നീറ്റ് ചോദ്യപേപ്പര് ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം തലസ്ഥാനത്ത് ശക്തമാകുന്നു. ചോദ്യപേപ്പര് ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ സ്മരണയ്ക്കായും നീതി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെ പോലീസിന്റെ മർദ്ദനമേറ്റ് പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഇന്ത്യ സഖ്യത്തിലെ എംപിമാര് ഡൽഹിയിലെ ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേർന്ന എംപിമാരുടെ യോഗത്തിനുശേഷമാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ബിർള ഹൌസിന് 30 ജനുവരി മാർഗം മുന്നിൽ പ്രതിഷേധിക്കാൻ തീരുമാനമെടുത്തത്. പ്രിയങ്ക ഗാന്ധി വാദ്ര ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും എംപിമാരും പ്രത്യേക ബസ്സുകളിലാണ് ഗാന്ധി സ്മൃതിയിലേക്ക് തിരിഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് പ്രതിപക്ഷ എംപിമാര് യോഗത്തിനായി രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയതിനെ തുടർന്ന് വീടിനു പുറത്ത് ബാരിക്കേഡുകൾ ഉയർത്തിയിരുന്നു. യോഗം അവസാനിച്ച ഉടനെ തന്നെ തന്റെ വസതിയിൽ നിന്ന് 1 കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയുള്ള ഗാന്ധിസ്മൃതി സന്ദർശിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് നേതാവ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ എംപിമാരും നേതാക്കളും സമാധാനപരമായി 30 ജനുവരി മാർഗിലുള്ള ഗാന്ധിസ്മൃതിയിലേക്ക് പോവുകയാണ്. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നമുക്ക് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെ നീറ്റ് ചോദ്യപേപ്പര് ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്യാന് നിർബന്ധിതരായ കുട്ടികളെ ഓർക്കാനാണ് ഞങ്ങൾ പോകുന്നത്. സമാധാനപരമായി നീതിയും ഉത്തരവാദിത്തവും ആവശ്യപ്പെട്ടതിന് ക്രൂരമായി മർദ്ദനമേറ്റ് ഇന്ന് പരിക്കുകളോടെ കഴിയുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ഉറച്ചുനിൽക്കാനാണ് ഞങ്ങൾ പോകുന്നത്, രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യയിലെ വിദ്യാർത്ഥികള് ഒറ്റയ്ക്കല്ലെന്നും മുഴുവന് പ്രതിപക്ഷവും അവർക്കൊപ്പവും അവരുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയടക്കമുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എംപിമാരുടെ യോഗത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് ഇരുവശവും റോഡുകൾ അടയ്ക്കുകയും ബസ്സുകൾ കുറുകെയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്ത് ഡൽഹി പോലീസ് പ്രതിഷേധം തടയാൻ ശ്രമിച്ചു. കൂടുതൽ സുരക്ഷാസേനയെ പ്രദേശത്ത് വിന്യസിക്കുകയും ബാരിക്കേഡുകൾ ഉയർത്തുകയും ചെയ്തെങ്കിലും പ്രവർത്തകര് ബാരിക്കേഡുകൾ തള്ളിനീക്കി അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. പിന്നീട് എംപിമാർക്ക് ഗാന്ധിസ്മൃതിയില് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള സൗകര്യം ലഭിച്ചു. നീറ്റ് പരീക്ഷാ വിവാദത്തില് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം മുൻപും പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. 2 ദിവസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതേസമയം വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സിജെപി നാളെ രാജ്യവ്യാപക സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാധാനപരവും എന്നാൽ ശക്തവുമായ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പ്രവർത്തകർക്ക് സംഘടന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സമരം കടുക്കുന്ന സാഹചര്യത്തില് സമരക്കാരുമായി വീണ്ടും ചർച്ച നടത്താന് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. ജന്തർ മന്ദറിലെ സമരകേന്ദ്രത്തില് വെച്ച് ചർച്ച നടത്തണമെന്ന് സിജെപി നിലപാടെടുത്തപ്പോൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമരക്കാരോട് ചർച്ചയ്ക്ക് തയ്യാറാകാൻ ആവശ്യപ്പെടുകയും വേണമെങ്കിൽ അവര് നിർദ്ദേശിക്കുന്ന സ്ഥലത്തുവെച്ച് ചർച്ച നടത്താമെന്ന് അറിയിക്കുകയും ചെയ്തു.